നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കടന്നപ്പള്ളി ഹൈസ്കൂളിൽ വെച്ച് SFI ആക്രമണത്തിൽ MSF കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലിം അടിപ്പാലത്തിന് പരിക്കേറ്റു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത MSFന്റെ കുട്ടികളെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ തടഞ്ഞുവെച്ചതറിഞ്ഞ് അവിടെയെത്തിയ തസ്ലിം അടിപ്പാലത്തിന് നേരെയാണ് പുറത്തുനിന്ന് വന്ന SFI പ്രവർത്തകർ ഹെൽമറ്റും മറ്റു മാരകായുധങ്ങളുമായി ആക്രമം അഴിച്ചുവിട്ടത്. മാരകമായി പരിക്കേറ്റ തസ്ലിമിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ 28 വർഷത്തെ കുത്തക തകർത്തുകൊണ്ട് MSF KSU മുന്നണി നേടിയ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച MSFന്റെ ജില്ലാ നേതാക്കളിൽ ഒരാളാണ് തസ്ലിം അടിപ്പാലം. MSFന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലിം അടിപ്പാലത്തെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ വെച്ച് പുറത്തു നിന്ന് വന്നിട്ടുള്ള DYFIയുടെയും CITയുടെയും ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ച് മാരകമായിട്ടുള്ള പരിക്ക് പറ്റി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പ്രസ്തുത സ്കൂളിലെ കുട്ടികളെ SFIക്കാരായിട്ടുള്ള ആളുകൾ തടഞ്ഞുവെച്ച വിവരം അറിഞ്ഞിട്ടാണ് തസ്ലിം സ്കൂളിലെത്തുന്നത്. എന്നാൽ തസ്ലീമിനെ പുറത്തു നിന്ന് വന്ന് വളരെ ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഹെൽമറ്റ് കൊണ്ടും മറ്റ് മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും വളരെ ക്രൂരമായി മർദ്ദിക്കുകയും തൽഫലമായി പരിക്കുപറ്റുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ 28 വർഷക്കാലത്തെ കുത്തക തകർത്തുകൊണ്ട് ഇത്തവണ MSFും KSUവും മുന്നണിയായി നേടിയെടുത്തിട്ടുള്ള വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച MSFന്റെ ജില്ലാ നേതാവാണ് തസ്ലിം. അതുകൊണ്ടുതന്നെ തസ്ലിമിനെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു SFIക്കാർ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ കയറി വന്ന് ആക്രമം അഴിച്ചുവിട്ടത്. പോലീസ് എത്തിയതുകൊണ്ടാണ് തസ്ലിം പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടത്. ഈ അക്രമ സംഭവങ്ങളിൽപ്പെട്ട ചിലരെ പോലീസ് പിടികൂടിയെന്നാണ് അറിഞ്ഞത്. പോലീസ് പിടികൂടിയ പ്രതികളെ CPM സമ്മർദ്ദത്തിന്റെ ഫലമായി വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അറിയുന്നു. പോലീസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും അക്രമത്തിന്റെ ഉത്തരവാദികളായ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. പരിക്കുപറ്റിയ ആശുപത്രിയിൽ കഴിയുന്ന തസ്ലിമിനെ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഹത്തുള്ള, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, മുസ്ലിം ലീഗ് നേതാക്കളായ SKP സക്കറിയ, ശിഹാബ് ആലക്കാട്, ഫൈസൽ കുഞ്ഞിമംഗലം, ഷുക്കൂർ പരിയാരം എന്നിവർ സന്ദർശിച്ചു.